പക്ഷെ ഇത് തൗഹീദിന് എതിരെ ഇതിനകത്ത് നിന്നുകൊണ്ട് പാരപണിതവർ. നിങ്ങൾ മനസ്സിലാക്കണം, ഏതെല്ലാം നിലയിലുള്ള ഉപദ്രവങ്ങളാണ്, ഏതെല്ലാം നിലയിലുള്ള പ്രയാസങ്ങളാണ്, പക്ഷേ പതറിയില്ല, പിന്മാറിയില്ല. ഈ ആദർശ പ്രസ്ഥാനം ഒറ്റയാൾ പ്രസ്ഥാനമായി കടന്നു വന്ന് ഇന്ന് വലിയൊരു സമൂഹമായി, വലിയൊരു ആദർശ കൂട്ടായ്മയായി ഈ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരുടെ കൈക്കരുത്തുകൊണ്ടായിരുന്നില്ല, നേരെ മറിച്ച് അവർ പറഞ്ഞ ആദർശത്തിന്റെ കരുത്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദുകൾ പഠിപ്പിച്ച ആദർശത്തിന്റെ കരുത്തുകൊണ്ട് അത് കേട്ടവരുടെ ഹൃദയങ്ങൾ കിടിലം കൊണ്ടു. ആ ഹൃദയങ്ങൾ റബ്ബിലേക്ക് മടങ്ങി, ആ ഹൃദയം ആ തൗഹീദ് സ്വീകരിച്ചു, വിശുദ്ധമായി ഈ ആദർശ പ്രസ്ഥാനത്തിൽ അണിചേർന്ന് അങ്ങനെയാണ് കുറേശ്ശെയായി ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ രൂപത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ പുതിയൊരു ആരോപണവുമായി മുജാഹിദുകളെ ചിലർ നേരിട്ടു. എന്താണ് ആരോപണം? മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകള്, ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദുകള്. ആരാ പറഞ്ഞത്? കുറച്ച് ജിന്നുകള്, ജിന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കുറച്ച് സാധുക്കള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പല ജാതി മനുഷ്യന്മാരുണ്ട്, എന്തൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജിന്നില്ലാതെ ജീവനില്ലാത്തൊരു കൗമ്, അങ്ങനൊരു കൗമ് കേരളത്തിലുണ്ട്. അതാരാ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള വടവൂരി സഹോദരങ്ങളാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകള്, ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദുകള്. ഏത് മുജാഹിദ ജിന്നോട് സഹായം തേടുക? ഏത് മുജാഹിദ ജിന്നോട് പ്രാർത്ഥിക്കുക? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടാനുള്ള സമയം തന്നെ തികയുന്നില്ല, പിന്നല്ലേ ജിന്നോട് പ്രാർത്ഥിക്കല്. ഇനി സമയം കിട്ടിയ മുജാഹിദിന് പ്രാർത്ഥിക്കില്ല.